Hi friends, welcome back to our YouTube channel Tech Vibe. സോ ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലോട്ട് ആദ്യമായിട്ട് വരുന്നവർക്ക് വേണ്ടി ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഏകദേശം ഒരു 3 വീഡിയോസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ചാനൽ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള, ടെക്നിക്കൽ മീൻസ് കോഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള, AI റിലേറ്റഡ് ആയിട്ടുള്ള, ടെക്നിക്കൽ ന്യൂസസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് .NET ട്യൂട്ടോറിയലാണ്. കറൻറ്റ്ലി .NET മീൻസ് .NET ഫുൾ സ്റ്റാക്ക് ട്യൂട്ടോറിയലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മൾ ആംഗുലർ പഠിക്കും, .NET പഠിക്കും, SQL പഠിക്കും, അതിൻ്റെ വെബ് APIs പഠിക്കും, മിനിമൽ APIs പഠിക്കും. സോ ഇങ്ങനെയുള്ള ഒരു 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 ബിഗർ ഒരു ബിഗർ ഫുൾ സ്റ്റാക്ക്, നിങ്ങളെ ഒരു വലിയ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറാക്കി മാറ്റാൻ കഴിയുന്ന രീതിയിലുള്ള എല്ലാ മൊഡ്യൂൾസും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ നമ്മളതിൻ്റെ 4ാമത്തെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. സോ 3 വീഡിയോസ് ഓൾറെഡി ഉണ്ട്. ചാനൽ ആദ്യമായിട്ട് വരുന്നവർ ജസ്റ്റ് ബാക്ക്വേർഡ് പോയിട്ട് എൻ്റെ സിലബസ് ഇൻട്രൊഡക്ഷനും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുള്ള 2 വീഡിയോസും കാണുക ദയവായി. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അത് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് എൻ്റെ സൈഡിൽ നിന്ന് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്നോട് പറയുക. വീഡിയോസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ഇടുക. സോ നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ മെൻഷൻ ചെയ്യാം. സോ നിങ്ങൾക്ക് ഡയറക്റ്റ് വാട്സപ്പിൽ വന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, നിങ്ങൾ ചെയ്യുന്ന വർക്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്ട്സിലോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുമ്പോഴോ എന്തിലോ ആയിക്കോട്ടെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഐ ആം ഹിയർ ഫ്രീ ഫോർ യു ടു സപ്പോർട്ട്. സോ ടുഡേ വാട്ട് വി ആർ ഗോയിങ് ടു ലേൺ ഗൈസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് MVC എന്ന് പറയുന്ന മോഡൽ വ്യൂ കൺട്രോളർ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പറ്റിയാണ്. .NETലെ മോഡൽ വ്യൂ കൺട്രോളർ എന്നുള്ള കോൺസെപ്റ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഓൾറെഡി നമ്മൾ നമ്മുടെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് വീഡിയോ പോയി കണ്ടിട്ട് വരിക. ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് പ്രൊജക്റ്റ് ക്രിയേഷൻ കാര്യങ്ങളൊക്കെ. സോ അതിൽ നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട് എങ്ങനെയാണ് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊജക്റ്റാണിത്. സോ ഞാൻ പ്രൊജക്റ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഈ പ്രൊജക്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്തു. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താ പറഞ്ഞത്, നമ്മൾ ഓരോ ഫയൽസ്, നമ്മൾ പഠിച്ച ഓരോ ഫയൽസും നമ്മൾ ഒരു പ്രൊജക്റ്റിനുള്ളിലുള്ള ഓരോ ഇൻബിൽട്ട് ഫയൽസും നമ്മൾ എന്ത് ചെയ്തു, ഫുള്ളി നമ്മൾ ലൈക്ക് വാട്ട് ഐ ക്യാൻ സേ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, സോ ആ വീഡിയോ ഓൾറെഡി നമ്മുടെ പാർട്ട് 3 വീഡിയോയിൽ നമ്മളത് പറഞ്ഞ് തീർത്തതാണ്. സോ ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. കണ്ടിട്ടില്ലാത്തവർ ദയവായിട്ട് പോയിട്ട് പാർട്ട് 3 വീഡിയോ കാണുക, ശേഷം വന്ന് ഈ ഒരു പാർട്ട് 4ലോട്ട് വരിക. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റ് മോർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, സോ ദാറ്റ്സ് ഐ എം ജസ്റ്റ് സെയിങ് ദാറ്റ്. ഓക്കെ, സോ ഈ പറയുന്ന ഓരോ കണക്റ്റഡ് സർവീസ്, ഡിപ്പെൻഡൻസീസ്, പ്രോപ്പർട്ടീസ്, WW റൂട്ട്, ഇതെല്ലാം നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പാർട്ട് 3ൽ. സോ യു ഗൈസ് ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ദാറ്റ് വീഡിയോ. ഇറ്റ്സ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് മെൻഷൻ ഇൻ ദ കമൻറ്റ്. ഐ വിൽ ഹിയർ ടു സപ്പോർട്ട് യു, നോ വെറീസ്. അത് ആർക്ക് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം. നമ്മളത് ഫുള്ളായിട്ട് നമ്മളാൽ കഴിയുന്ന വിധം നമ്മൾ ക്ലിയർ ആക്കി കൊടുത്തിരിക്കും. സോ ടുഡേ വാട്ട് വി ആർ ഗോയിങ് ടു ലേൺ, we are going to learn these 3 folders like controller, model, views, or model, view and the controller, MVC. Okay, MVC means what? MVC means model view controller. So guys, ഫസ്റ്റ് ടൈം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കൺട്രോളർ. സോ നമുക്ക് ആദ്യം കൺട്രോളർ എന്താണെന്ന് മനസ്സിലാക്കാം. സോ I have some notes about the controller, so we can directly go to the note. Okay, so what is a controller in ASP.NET Core? സോ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഇത് തിയററ്റിക്കലി എന്താണെന്ന് പറഞ്ഞു തരും. ആഫ്റ്റർ ദാറ്റ് നമ്മൾ നേരെ ഡയറക്റ്റ് ഇംപ്ലിമെൻറ്റേഷനിലോട്ട് പോകും. അതാണ് എൻ്റെ ഒരു രീതി. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂവിൽ ഈ സാധനം ക്രാക്ക് ചെയ്യാൻ പറ്റൂ. ചുമ്മാ തിയറിയിൽ പോയിട്ട് ഇതാണ് കൺട്രോളർ, ഇങ്ങനെ വന്ന കൺട്രോളർ, അത് ഇങ്ങനെ വന്ന കൺട്രോളറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലത് ഫീഡാവില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ തിയററ്റിക്കലി അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു, എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളത് പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഓക്കെ, സോ തിയററ്റിക്കലി controller is a special class in ASP.NET Core application with .cs extension. So controller class should and must be inherited from the controller base class. ഓക്കെ, കൺട്രോളർ എന്ന് പറയുന്നത് ഒരു ASP.NET Core ക്ലാസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് എ ക്ലാസ്
വിത്ത് .cs എക്സ്റ്റൻഷൻ. .cs എക്സ്റ്റൻഷൻ എന്ന് വെച്ചാൽ എന്താണ്? C# ക്ലാസ് ആണ്. സോ ASP.NET Core controller is nothing but a class. Okay, first you അത് മനസ്സിലാക്കുക. ഇറ്റ്സ് നത്തിങ് ബട്ട് എ ക്ലാസ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഷുഡ് ബി, if you want to be a class, should be a controller class, you have to encourage that class with a controller base class. സോ നിങ്ങൾക്ക് ഒരു കൺട്രോളർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ഒരു കൺട്രോളർ ക്ലാസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ് കൺട്രോളർ ബേസ് ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ പറയുന്നതിനകത്ത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ്ലി കോഡിലോട്ട് പോയിട്ടത് കാണിച്ചു തരാം. ഓക്കെ, സി ഇവിടെ ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് ഹോം കൺട്രോളർ എന്ന് പറയുന്ന കൺട്രോളർ ഉണ്ട്, എനിക്ക് ഉണ്ടോ? ഇത് ഇൻബിൽറ്റ് കൺട്രോളറാണ്. നമ്മൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്ന കൺട്രോളറാണ്. ഈ കൺട്രോളർ ഇറ്റ്സ് നത്തിങ് ബട്ട് എ ക്ലാസ്. സി, പബ്ലിക് ക്ലാസ് ഹോം കൺട്രോളർ. ഓക്കെ, സോ ഇറ്റ്സ് നത്തിങ് ബട്ട് എ ക്ലാസ്. ആൻഡ് എന്താ നമ്മൾ പറഞ്ഞത്? ആ ക്ലാസ് കൺട്രോളർ ബേസ് ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യണം. ഇവിടെ നോക്കിക്കേ, ദിസ് ഈസ് ഇൻഹെറിറ്റഡ് ബൈ വാട്ട്? കൺട്രോളർ ബേസ് ക്ലാസ്. സി, നിങ്ങൾ ഈ ഒരു 2 ഡോട്ട് ഇട്ടിട്ട് അപ്പുറത്ത് തൊട്ടിപ്പുറത്തായിട്ട് എന്തെങ്കിലും എഴുതിയാൽ ആ പറയുന്ന ക്ലാസ്സിനെ ഈ പറയുന്ന ഹോം കൺട്രോളർ ഇൻഹെറിറ്റ് ചെയ്തു എന്നാണ് അർത്ഥം. സോ ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ഇൻസൈഡ് പോയി കഴിഞ്ഞാൽ, ഈ കൺട്രോളറിൻ്റെ ഇൻസൈഡിലോട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ, if I go inside, you can see this is an abstract class. So ഈ അബ്സ്ട്രാക്ട് ക്ലാസ്സിനെ ഞാൻ എന്ത് ചെയ്യുകയാണ്? ഇതൊരു ഇൻബിൽറ്റ് അബ്സ്ട്രാക്ട് ക്ലാസ് ആണ്. ഓൾറെഡി നമുക്ക് .NET ഫ്രെയിംവർക്ക് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻബിൽറ്റ് അബ്സ്ട്രാക്ട് ക്ലാസ് ആണ് ഈ കൺട്രോളർ ക്ലാസ്. ഈ കൺട്രോളർ ക്ലാസ്സിനെ, കൺട്രോളർ ക്ലാസ്സിലുള്ള എല്ലാ പ്രോപ്പർട്ടീസിനെയും എനിക്ക് എന്ത് ചെയ്യണം? എൻ്റെ ഹോം കൺട്രോളർ എന്ന് പറയുന്ന ക്ലാസ്സിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ കൺട്രോളർ എന്ന് പറയുന്ന ഇൻബിൽറ്റ് ക്ലാസ്സിനെ ഞാൻ എൻ്റെ ഹോം കൺട്രോളറിൽ എന്ത് ചെയ്യണം? ഇൻഹെറിറ്റ് ചെയ്യണം. അതാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. സോ ഞാനിത് ഇൻഹെറിറ്റ് ചെയ്യുന്നില്ലാതെ ഞാൻ എന്തെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് നോട്ട് അറ്റ് ഓൾ എ കൺട്രോളർ. ഞാനത് ഇൻഹെറിറ്റ് ചെയ്യുന്നില്ലാത്ത കേസിലാണെങ്കിൽ, ഞാൻ ഇൻഹെറിറ്റ് ചെയ്യാത്തൊരു കേസിലാണെങ്കിൽ എൻ്റെ ക്ലാസ് ഒരു കൺട്രോളർ അല്ല. ഇതിപ്പോൾ ഒരു കൺട്രോളർ അല്ല, ഇത് ജസ്റ്റ് എ ക്ലാസ്. ദിസ് ഈസ് ജസ്റ്റ് എ ക്ലാസ്. ദിസ് ഈസ് നോട്ട് അറ്റ് ഓൾ എ കൺട്രോളർ ക്ലാസ്. നമുക്ക് കുറേ എററും കാണാൻ പറ്റും. കണ്ടോ? നിങ്ങൾക്ക് വ്യൂ റിട്ടേൺ ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇഫ് യു വാണ്ട് ടു റിട്ടേൺ വ്യൂ, you should and you must inherit your controller class, then only controller base class, then only your class become a controller class. Okay, now the error is gone, you can directly return the view. Okay, so അതാണ് ഇവിടെ പറഞ്ഞത്. Controller is nothing but a .cs C# class, but you should inherit that controller class with your controller base class. Okay, so the controller base class provide many properties, methods and features. സോ ഈ കൺട്രോളർ ബേസ് ക്ലാസ് ആണ് ഈ പറയുന്ന വ്യൂസിനെ റിട്ടേൺ ചെയ്യാനുള്ള ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് തരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് കൺട്രോളർ ഡയറക്റ്റ് ഒഴിവാക്കിയാൽ, ഇവിടുന്ന് ഈ ഡയറക്റ്റ് കൺട്രോളർ ഞാനങ്ങ് ഒഴിവാക്കിയാൽ എനിക്കിവിടെ ഈ അടിക്കുന്ന എററുകൾ എന്തുകൊണ്ടാണ്? ഈ ഫീച്ചർ എനിക്ക് തരുന്നത് ഈ കൺട്രോളർ ബേസ് ക്ലാസ് ആണ്. സോ ഇതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇതിന് ഉള്ളിലാണ് എനിക്ക് ഈ റിട്ടേണിങ് ഫീച്ചേഴ്സ് ഉള്ളത്. സോ ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ ഈ ഒരു ക്ലാസ്സിനുള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലാണ് എനിക്ക് ഈ പറയുന്ന റിട്ടേണിങ് ഫീച്ചേഴ്സ് കാണാൻ പറ്റുന്നത്. ഇതിനുള്ളിൽ എനിക്ക് കാണാൻ പറ്റുന്നു എൻ്റെ വ്യൂ ഡേറ്റ, വ്യൂ ബാഗ് തുടങ്ങിയ വ്യൂ ഡേറ്റ, വ്യൂ ബാഗ് നമ്മൾ പഠിക്കുന്നത് ഡാറ്റ ട്രാൻസ്ഫറിങ് ആണ്. കൺട്രോളർ ടു വ്യൂ എങ്ങനെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ തന്നെ നമുക്കൊരു വ്യൂ റിട്ടേൺ ചെയ്യുന്നത്, എന്തെങ്കിലും വ്യൂ റിസൾട്ട് കണ്ടോ. നമുക്കൊരു വ്യൂ റിട്ടേൺ ചെയ്യണമെങ്കിൽ അതിന് വേണ്ട ഫംഗ്ഷന്, കാര്യങ്ങൾ, ഈ ഫീച്ചേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബേസ് ക്ലാസ്സിലാണ്. സോ ഈ ഒരു ബേസ് ക്ലാസ്സിനെ നിങ്ങൾ ഇൻഹെർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഫീച്ചേഴ്സ് നിങ്ങളുടെ കൺട്രോളർ ക്ലാസ്സിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റൂ. ആഡ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഹോം കൺട്രോളർ ഒരു കൺട്രോളറായി മാറുള്ളൂ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അതുകൊണ്ടാണ് നിങ്ങളിതിനെ ഇൻഹെർട്ട് ചെയ്യണമെന്ന് പറയുന്നത്. സോ ഈ കൺട്രോളർ, ഹോം കൺട്രോളറിനകത്ത് എന്തൊക്കെയുണ്ട്? കുറച്ച് ആക്ഷൻ മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് ഈ കൺട്രോളർ ക്ലാസ് വെച്ചിട്ട് നമുക്ക് മോഡൽസുമായിട്ട് ഇൻഹെർട്ട് ചെയ്യാൻ പറ്റും, മോഡൽസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് വ്യൂസ് സെലക്ട് ചെയ്തിട്ട് പ്രോപ്പർ വ്യൂസ് റിട്ടേൺ ചെയ്യാൻ പറ്റും. സോ ഇത്രയും ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കൺട്രോളർ തരുന്നുണ്ട്. കൺട്രോളർ നിങ്ങൾക്ക് എന്ത് വരുന്നുണ്ട്? നിങ്ങൾക്ക് ആക്ഷൻ മെത്തേഡ്സ് റിട്ടേൺ ചെയ്യാം, നിങ്ങൾക്ക് മോഡൽസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യൂസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വ്യൂസിനെ റിട്ടേൺ ചെയ്യാം. സോ എങ്ങനെയാണ് കൺട്രോളർ വർക്ക് ചെയ്യുന്നത്?
സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ, ഒരു കൺട്രോളർ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ക്ലയൻറ്റ് നമുക്ക് ഒരു റിക്വസ്റ്റ് വരുന്നത്. ക്ലയൻറ്റ് മീൻസ് ഈസി ആയിട്ട് പറഞ്ഞാൽ ബ്രൗസർ. ഓക്കെ, സോ നിങ്ങൾ ബ്രൗസറിൽ ഇപ്പം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ. സോ നിങ്ങൾ പേര് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. സോ അതാണ് എന്ത്, ക്ലയൻറ്റ്. സോ ക്ലയൻറ്റ് ഒരു റിക്വസ്റ്റ് കൊടുത്തു, സബ്മിറ്റ് റിക്വസ്റ്റ് കൊടുത്തു. സോ എന്തും ആയിക്കോട്ടെ, ആ റിക്വസ്റ്റ് നേരെ കൺട്രോളറിലാണ് ഹിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ടൈം എപ്പോഴാണോ ക്ലയൻറ്റ് റിക്വസ്റ്റ് കൊടുക്കുന്നത്, ആ റിക്വസ്റ്റ് ഫസ്റ്റ് ടൈം ഹിറ്റ് ചെയ്യുന്നത് എവിടെയാണ്, കൺട്രോളറിലാണ്. പിന്നീട് കൺട്രോളർ എന്ത് ചെയ്യുന്നു, മോഡലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. കൺട്രോളർ എന്ത് ചെയ്യുന്നു, മോഡലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. കൺട്രോളർ മോഡലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തും കൺട്രോളർ വ്യൂവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സോ രണ്ട് കാര്യങ്ങൾ കൺട്രോളർ ചെയ്യും. കൺട്രോളർ ഡയറക്റ്റ് മോഡലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കൺട്രോളറിൽ ഡേറ്റ വരുന്നു, കൺട്രോളർ മോഡലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. മോഡലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഈ ഡേറ്റ, അതായത് ഇപ്പം യൂസർ ക്ലയൻറ്റ് കൊടുത്ത റിക്വസ്റ്റ് എനിക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുമെന്ന് കൺട്രോളർ നോക്കും. സോ കൺട്രോളർ മോഡലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. മോഡലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, ഈ പറയുന്ന മോഡൽ കമ്മ്യൂണിക്കേഷൻ അവിടെ പ്രോപ്പറാകും. അതിനുശേഷം കൺട്രോളർ വ്യൂ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സോ മോഡലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ക്രൂഡ് ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്തിട്ട് കൺട്രോളറിന് ഒരു റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് കൺട്രോളർ എന്ത് ചെയ്യുന്നു, വ്യൂവിന് കൊടുക്കും. സോ വ്യൂ എന്ത് ചെയ്യുന്നു, വീണ്ടും പോയിട്ട് കൺട്രോളർ എന്ത് ചെയ്യുന്നു, വ്യൂവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സോ വ്യൂ എന്ത് ചെയ്യും, വ്യൂ വീണ്ടും മോഡലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. വ്യൂ എന്തിനാണ് മോഡലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, വ്യൂ ഷുഡ് റിട്ടേൺ സം ഡേറ്റ, റൈറ്റ്. സോ വ്യൂ ചില ഡേറ്റാസ് എന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്യണമെങ്കിൽ വ്യൂ എന്ത് ചെയ്യുന്നു, വീണ്ടും മോഡലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സോ അതിനുശേഷം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും കമ്മ്യൂണിക്കേഷൻ, ആഫ്റ്റർ ഓൾ ദിസ് കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുന്നു, കൺട്രോളർ തിരിച്ച് ഒരു റെസ്പോൺസ് ക്ലയൻറ്റിന് കൊടുക്കും. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോപ്പർ. സോ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക, കൺട്രോളർ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ബോത്ത് വ്യൂസ് ആൻഡ് മോഡൽസ്. സോ വ്യൂസ് മോഡൽ എന്താണെന്ന് ഞാൻ പറയാം. വ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഇൻ്റർഫേസ് ആണ് വ്യൂ. സോ നിങ്ങൾക്ക് കൺട്രോളറിന് എന്ത് ചെയ്യാൻ പറ്റും, വ്യൂസിലോട്ട് കുറച്ച് ഡേറ്റ റിട്ടേൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. കൺട്രോൾ എന്ത് ചെയ്യാൻ പറ്റും, മോഡലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് യൂസർ തന്ന ഡേറ്റ പ്രോപ്പർ ആണോ അല്ലേ, യൂസർ തന്ന ഡേറ്റ വാലിഡേറ്റഡ് ആണോ, യൂസർ തന്ന ഡേറ്റ പ്രോപ്പർ ആണോ, യൂസർ തന്ന ഡേറ്റാബേസിൽ സേവ് ആക്കാൻ പറ്റുമോ, സേവ് ആക്കാൻ പറ്റില്ലേ. സോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മോഡലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, കൺട്രോളർ ഒരു തീരുമാനത്തിലെത്തും. അതിനുശേഷം വ്യൂസ് വരും. എന്നിട്ട് വ്യൂസ് എന്ത് ചെയ്യുന്നു, വ്യൂസ് ഈ മോഡൽ ബൈൻഡ് ചെയ്തിട്ട് വ്യൂസ് എന്ത് ചെയ്യുന്നു, ക്ലയൻറ്റ് സൈഡിൽ റിട്ടേൺ ചെയ്ത് കാണിക്കും. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്ക് വരുന്നത് ബേസിക്കലി. ഓക്കെ, സോ റെസ്പോൺസ് വിൽ ഗോയിങ് ബാക്ക് ടു ക്ലയൻറ്റ് ഓൾസോ. സോ കൺട്രോളർ വിൽ ടേക്ക് ദ റിക്വസ്റ്റ് ഫസ്റ്റ് ആൻഡ് കൺട്രോളർ വിൽ ഗിവ് ബാക്ക് ദ റെസ്പോൺസ് ഓൾസോ ടു ദ ക്ലയൻറ്റ്. സോ ക്ലയൻറ്റ് റിക്വസ്റ്റ് ഫസ്റ്റ് വരുന്നത് കൺട്രോളറിനാണ്, ക്ലയൻറ്റ് റിക്വസ്റ്റ് റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നതും ആര് തന്നെയാണ്, റെസ്പോൺസ് റിട്ടേൺ ചെയ്ത്, സോ നോട്ട് റിക്വസ്റ്റ്, റെസ്പോൺസ് റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നതും ആര് തന്നെയാണ്, ഈ പറയുന്ന കൺട്രോളർ തന്നെയാണ്. സോ ക്രിയേറ്റിംഗ് ASP.NET Core MD വെബ് ആപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഈ സ്റ്റെപ്സ് നമ്മൾ ഓൾറെഡി ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തതാണ്. സോ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സോ ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി കൺട്രോളിനെ പറ്റി മനസ്സിലാക്കുക. സോ നമ്മളൊരു യൂസർ, ഇത്രയേ ഉള്ളൂ. കൺട്രോളർ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് a class.cs class which has to inherit from the controller base class. ഓക്കെ, സോ കൺട്രോളറിലേക്കാണ് ഫസ്റ്റ് റിക്വസ്റ്റ്, ക്ലയൻറ്റ് കൊടുക്കുന്ന റിക്വസ്റ്റ് വന്ന് ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്യുന്നത് കൺട്രോളറിലാണ്. എന്നിട്ട് ഈ കൺട്രോളറാണ് ഡയറക്റ്റ് മോഡലായിട്ടും വ്യൂ ആയിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് തിരിച്ച് റെസ്പോൺസ് ആർക്ക് കൊടുക്കുന്നത്, ക്ലയൻറ്റിന് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. സോ കൺട്രോളർ ഈസ് ദ ഫസ്റ്റ് മെയിൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഓക്കെ, സോ പക്ഷേ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഡയറക്റ്റ് കൺട്രോളറിന് മുമ്പ് വേറെ എങ്ങും ഹിറ്റ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് റിക്വസ്റ്റ് .NET Core ആപ്ലിക്കേഷനിൽ ഡയറക്റ്റ് കൺട്രോളറിട്ടാണ് വരുന്നതെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കൺട്രോളറിൽ ഹിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫിൽറ്റേഴ്സ് ഉണ്ട്, മിഡിൽ വെയേഴ്സ് ഉണ്ട്, program.cs ക്ലാസ് ഉണ്ട്, ഇവിടെയൊക്കെ ഹിറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ. സോ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് program.cs ക്ലാസ്. ഓക്കെ, അതിൽ തന്നെ മിഡിൽ വെയേഴ്സിലും ഫിൽറ്റേഴ്സിലും ഒക്കെ റിക്വസ്റ്റ് പോയതിന് ശേഷമാണ് ഈ കൺട്രോളറിൽ വരുന്നത്. സോ ഫസ്റ്റ് ഹിറ്റിംഗ് പോയിന്റ് കൺട്രോളറിലല്ല, പക്ഷേ വെൻ കംസ് ടു ആപ്ലിക്കേഷൻ MVC ആർക്കിടെക്ചർ നമ്മൾ ഫസ്റ്റ് ഹിറ്റ് ചെയ്യാൻ പോകുന്നത് കൺട്രോളറിലാണെന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ എങ്ങനെയാണ് ഒരു കൺട്രോളർ ക്രിയേറ്റ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ് കൺട്രോളറിൻ്റെ ക്രിയേഷൻ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ ഈ കൺട്രോളറിനകത്ത് ഇപ്പോൾ കൺട്രോളർ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഈ പറയുന്ന കോൺസെപ്റ്റ് ഈ കാണുന്ന ഈ ഒരു ഹോം കൺട്രോളർ സംതിങ് ലൈക്ക് വാട്ട് ഇറ്റ് ഈസ് ദെയർ എന്ന് ഐ വിൽ എക്സ്പ്ലെയിൻ ലേറ്റർ. ഓക്കെ, ഫൈൻ. വി ക്യാൻ ഗോ ഫോർ ദിസ് ആക്ഷൻ റിസൾട്ട്. എന്താണ് ആക്ഷൻ റിസൾട്ട്? സോ ആക്ഷൻ റിസൾട്ട് ആർ നത്തിങ് ബട്ട് പബ്ലിക് മെത്തേഡ്സ് ഓഫ് എ കൺട്രോളർ ക്ലാസ് ആർ നോൺ ആസ് ആക്ഷൻ മെത്തേഡ്സ്.
സോ നമ്മുടെ കൺട്രോളർ ക്ലാസ്സിനകത്തുള്ള എല്ലാ പബ്ലിക് മെത്തേഡ്സുകളെയും നമുക്ക് എന്തെന്ന് പറയാം, ആക്ഷൻ മെത്തേഡുകൾ എന്ന് പറയാം. ബിക്കോസ് ദേ ആർ ക്രിയേറ്റഡ് ഫോർ സ്പെസിഫിക് ആക്ഷൻ ഓർ ഓപ്പറേഷൻ ഇൻ ദ ആപ്ലിക്കേഷൻ. സോ അത് സ്പെസിഫിക് ഓപ്പറേഷന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് മെത്തേഡുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആക്ഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. സോ ദ കൺട്രോളർ ക്ലാസ് ക്യാൻ ഹാവ് മെനി റിലേറ്റഡ് ആക്ഷൻ മെത്തേഡ്സ്. ഒന്നൊന്നുമല്ല, ഒരുപാട് എത്ര ആക്ഷൻ മെത്തേഡ്സ് വേണമെങ്കിലും നമുക്ക് എഴുതാം. ഇവിടെ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ആക്ഷൻ മെത്തേഡ്സ് ഉണ്ട്. ഇത് ഇൻബിൽട്ട് ആണ് കേട്ടോ. ഇൻബിൽട്ട് മീൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ വന്ന ഒരു ആക്ഷൻ മെത്തേഡാണിത്. അതുപോലെ നമുക്ക് വ്യൂ എന്ന് പറയുന്ന മറ്റൊരു ആക്ഷൻ മെത്തേഡ് ഉണ്ട്, പ്രൈവസി എന്ന് പറയുന്ന മറ്റൊരു ആക്ഷൻ മെത്തേഡ് ഉണ്ട്. സോ ആക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് പബ്ലിക്കായിട്ട് നമ്മൾ എഴുതിയിട്ടുള്ള, പബ്ലിക് ഡെക്കറേറ്റർ ഉപയോഗിച്ച് നമ്മൾ എഴുതിയിട്ടുള്ള മെത്തേഡ്സുകളെ നമുക്ക് ആക്ഷൻ മെത്തേഡ്സ് എന്ന് പറയാം. ഈ ആക്ഷൻ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചില സ്പെസിഫിക് കൈൻഡ് ഓഫ് ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാനും അതിൻ്റെ ആഫ്റ്റർ റിസൾട്ട് വ്യൂവിലേക്ക് റിട്ടേൺ ചെയ്ത് കൊടുക്കാനുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഈ റിട്ടേൺ വ്യൂ ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, വ്യൂ എങ്ങനെയാണ് കോൾ ആകുന്നത് എന്നുള്ളത് ഞാൻ പറയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് മനസ്സിലാക്കുക. ആക്ഷൻ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഡെക്കറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എഴുതിയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഈ മെത്തേഡ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, കൺട്രോളർ ലെവലിൽ പലതരത്തിലുള്ള സർവീസസിനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടും, സർവീസസിനെ കോൾ ചെയ്തതിന് ശേഷം നമ്മൾ ആ വ്യൂ കിട്ടിയ റിസൾട്ടിനെ വ്യൂ ആക്കി റിട്ടേൺ ചെയ്യാനെ കൊണ്ട് വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ പറയുന്ന ഐ ആക്ഷൻ റിസൾട്ട് എന്നുള്ള സാധനം യൂസ് ചെയ്യുന്നത്, ആക്ഷൻ റിസൾട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ നിങ്ങളിവിടെ കണ്ടോ, ഇപ്പം ഞാൻ ഇവിടെ ഈസിലി ഞാനൊരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. പബ്ലിക് സ്ട്രിങ് ഗെറ്റ് ഓൾ സ്റ്റുഡൻസ്. ഇതെന്താണ്, ഒരു മെത്തേഡാണ്, ഇതൊരു ആക്ഷൻ മെത്തേഡാണ്. ബിക്കോസ് എന്താണ്, ഇതിനകത്ത് എന്ത് ചെയ്യുന്നു, ഞാൻ കുറച്ച് സ്റ്റുഡൻസിൻ്റെ ഡേറ്റ ഉണ്ടെങ്കിൽ ആ ഡേറ്റ ടേക്ക് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി എങ്ങനെ നിങ്ങൾക്ക് ഒരു ആക്ഷൻ മെത്തേഡിനെ കോൾ ചെയ്യാൻ പറ്റുമെന്നത് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു ആക്ഷൻ മെത്തേഡ്സ് ഉണ്ട്. ഈ കാണുന്ന ഇൻഡെക്സ് ഒരു ആക്ഷൻ മെത്തേഡാണ്. സോ എങ്ങനെ ഈ ഒരു ആക്ഷൻ മെത്തേഡിനെ എനിക്ക് കോൾ ചെയ്യാൻ പറ്റും? സോ ആക്ഷൻ മെത്തേഡിനെ ഞാൻ കോൾ ചെയ്യണം. കോൾ ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ സർവീസസ് കോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. സർവീസസ് കോൾ ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ ബിസിനസ് ലോജിക്ക് എക്സിക്യൂട്ട് ആകത്തുള്ളൂ. ബിസിനസ് ലോജിക്ക് എക്സിക്യൂട്ട് ആയെങ്കിൽ മാത്രമേ എനിക്ക് ബിസിനസ് ലോജിക്ക് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമുള്ള ഡേറ്റ സ്റ്റോർ ചെയ്തിട്ട് ആ ഡേറ്റ എനിക്ക് ക്ലയൻറ്റിന് റെസ്പോൺസ് ആയിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ വ്യൂസിൽ. സോ എങ്ങനെയാണ് ഈ ഫസ്റ്റ് ഓഫ് ഓൾ അതിനെല്ലാം വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ആക്ഷൻ മെത്തേഡ് എനിക്ക് കോൾ ചെയ്യണം. എനിക്ക് എങ്ങനെ കോൾ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. എങ്ങനെ എനിക്ക് ഇൻഡെക്സ് ആക്ഷൻ കോൾ ചെയ്യാം? ഞാൻ ഈ ഇൻഡെക്സ് ആക്ഷൻ ഇവിടെ എങ്ങും കോൾ ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ ആപ്ലിക്കേഷനുള്ളിൽ എവിടെയും ഞാൻ കോൾ ചെയ്യുന്നില്ല. സോ ഇത് ഓട്ടോമാറ്റിക്കലി ഇൻഡെക്സ് ആക്ഷൻ കോൾ ആണ്. ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു കോൾ, എനി ഐഡിയ? ഓക്കെ, ഇൻഡെക്സ് ആക്ഷൻ ഞാൻ കോൾ ചെയ്യുന്ന അവിടെ നിൽക്കട്ടെ, ഞാൻ പ്രൈവസി ആക്ഷൻ കോൾ ചെയ്യുന്നത് കാണിച്ചു തരാം. സോ ഇൻഡെക്സ് ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കോൾ ആവും നമ്മുടെ ആപ്ലിക്കേഷൻ. ഇൻഡെക്സ് മെത്തേഡ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഓട്ടോമാറ്റിക്കലി കോൾ ആവും ദിസ് ഇൻഡെക്സ് മെത്തേഡ്. സോ ഐ വിൽ കോൾ ദിസ് പ്രൈവസി മെത്തേഡ് ഫസ്റ്റ്. ഓക്കെ, സോ എങ്ങനെയാണ് ഈ ഒരു മെത്തേഡ് ഹിറ്റ് ആവുന്നത്, ഈ ഇൻഡെക്സ് ആണെങ്കിലും ഈ പ്രൈവസി ആണെങ്കിലും എങ്ങനെ ഹിറ്റ് ആവുന്നതെന്ന് നമുക്ക് കാണാം. സോ ഞാൻ അതിനുവേണ്ടി ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നതിന് മുമ്പ് ഈ പ്രൈവസിയിൽ ഞാനൊരു ബ്രേക്ക് പോയിന്റ് കൊടുക്കാം. ഞാൻ പ്രൈവസി ആക്ഷൻ മെത്തേഡ് തന്നെയല്ലേ. സോ അതെങ്ങനെ ഹിറ്റ് ആവുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം ഗോയിങ് ടു റൺ മൈ ആപ്ലിക്കേഷൻ. ഓക്കെ, സോ വീഡിയോ കുറച്ച് ലെങ്തി ആവുന്നുണ്ടെന്ന് തോന്നുന്നു ഗൈസ്, സോറി. ബിക്കോസ് ഞാൻ അത്രയും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആവുന്നത്. കാരണം നിങ്ങൾക്ക് അത്രയും മനസ്സിലായെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് തലയിൽ നിൽക്കുള്ളൂ. അല്ലാതെ വൈബ് കോഡ് പോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഏതായിരുന്നു എഴുതി വെച്ചുകൊണ്ട് കാര്യമില്ല. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹാപ്പനിങ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിൽ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. ഓക്കെ, ലെറ്റ് മീ റൺ മൈ ആപ്ലിക്കേഷൻ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ സി, ഈ ലോക്കൽ ഹോസ്റ്റ് 7269 ഒക്കെ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ പോർട്ട് നമ്പർ വരുന്നത്, എങ്ങനെയൊക്കെ നമുക്ക് പോർട്ട് നമ്പർ ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പാർട്ടിൽ. സോ നിങ്ങൾ ജസ്റ്റ് അത് പോയി കാണുക. സോ വാട്ട് അവർ തിങ് ഈസ് ദെയർ നാ, വാട്ട് അവർ തിങ് ഈസ് ഹൗ ടു ഹിറ്റ് ദിസ് പ്രൈവസി. ഒന്നുമില്ല, നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഹോം കൺട്രോൾ ഇൻഡെക്സിലാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ പോർട്ട് നമ്പർ / നിങ്ങളുടെ മെത്തേഡിനെ ക്ലിക്ക് എൻ്റർ. ഓക്കെ, സോറി. Let me show you first of all. Okay, so നിങ്ങളുടെ പോർട്ട് നമ്പർ ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ, let me run once again. Okay, no. Okay,
ലെറ്റ് മീ റൺ വൺസ് അഗെയിൻ. ഓക്കെ, വി ആർ ഇൻ ദ വെൽക്കം പേജ്. ഓക്കെ, സോ എങ്ങനെ ഒരു പ്രൈവസി മെത്തേഡിനെ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഏത് കൺട്രോളറിനുള്ളിലാണ് നമ്മുടെ മെത്തേഡ്. ഏത് കൺട്രോളറിനുള്ള? ഹോം കൺട്രോളർ. ഓക്കെ, നമ്മളപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ./home. അതിനുശേഷം എന്താണ് നമ്മുടെ മെത്തേഡിൻ്റെ പേര്? മെത്തേഡിൻ്റെ പേരെന്താ? പ്രൈവസി ഓർ ഇൻഡെക്സ് ഏത് ആകും. സോ ഐ വിൽ ഗോ ഫോർ ഇൻഡെക്സ്. ഓക്കെ, ലെറ്റ് മീ ഗോ ഫോർ ഇൻഡെക്സ്. INDEX, ഇൻഡെക്സ്. എൻ്റർ. ഓക്കെ, ഹിറ്റഡ്. ഹിറ്റഡ് ഓർ വാട്ട്? സി അവർ ബ്രേക്ക് പോയിന്റ് ഹിറ്റഡ് ഹിയർ. ഓക്കെ, ബ്രേക്ക് പോയിന്റ് വന്നു. ഓക്കെ, now the breakpoint is here only and we can go easily. To the next breakpoint. See, ഇവിടെ നമ്മുടെ ബ്രേക്ക് പോയിന്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ഡീബഗർ മുമ്പോട്ട് പോകാനുള്ള ഓക്കെ എനിവേ ഡീബഗർ ഹിറ്റായി. ഇൻഡെക്സ് മെത്തേഡിൽ ഡീബഗർ ഹിറ്റായി. ഓക്കെ, അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻഡെക്സ് മെത്തേഡ് ഓൾറെഡി നമ്മൾ ഇൻഡെക്സ് മെത്തേഡിലാണ്. സോ അതുകൊണ്ടാണ് ഇൻഡെക്സ് സെയിം പേജ് തന്നെ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, ഓൾറെഡി നമ്മുടെ ആപ്ലിക്കേഷൻ ലോഡ് ആകുമ്പോൾ തന്നെ നമ്മൾ ഉണ്ടാവുക നമ്മുടെ ഇൻഡെക്സ് മെത്തേഡിലായിരിക്കും. സോ അത് തന്നെ ഒന്നുകൂടെ കോൾ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് പ്രൈവസിയിലോട്ട് പോകാം. അപ്പം നമുക്ക് ആ ഒരു പേജ് വേറെ വ്യൂ റിട്ടേൺ ചെയ്യുന്നതാണ്. സോ പ്രൈവസിയിലോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റർ ചെയ്താൽ let me debug. Okay, we came to the privacy page. So how it is happen? See, നമ്മുടെ പ്രൈവസി ഇല്ല നമ്മൾ കൊടുത്തപ്പോൾ നമ്മുടെ പ്രൈവസി മെത്തേഡ് ഹിറ്റ് ചെയ്തു. നമുക്കിവിടെ എക്സ്പാൻഡ് ചെയ്ത് നോക്കിയേക്കണം. മെത്തേഡ് നെയിം ഈസ് IActionResult privacy. ഓക്കെ, ടാർഗറ്റ് കൺട്രോളർ ഈസ് ഹോം കൺട്രോളർ. സോ ഹോം കൺട്രോളറിനകത്തെ ഗെറ്റ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. സോ /get ആണ് നമുക്ക് കോളായത്. സോ /get കോൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഡയറക്റ്റ് പ്രൈവസിയിൽ ഗെറ്റ് മെത്തേഡിൽ കോൾ ചെയ്ത് പ്രൈവസി പോളിസി വന്നു. ഓക്കെ, ആൻഡ് വി ക്യാൻ ജസ്റ്റ് കണ്ടിന്യൂ ദ ഡീബഗർ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ പ്രൈവസി പോളിസി. നിങ്ങൾ വിചാരിക്കും ഈ പേജ് എങ്ങനെയാണ് വന്നേ? സി, ഈ പ്രൈവസി മെത്തേഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്ന ഒരു വ്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ ഇവിടുന്ന്. അപ്പം നിങ്ങൾക്ക് തോന്നുന്നു ഈ വ്യൂ എങ്ങനെ കണക്റ്റായി, ഈ വ്യൂവിന് എങ്ങനെ മനസ്സിലാകും? നിങ്ങൾ ഒത്തിരി വ്യൂ കാണുമല്ലോ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ എങ്ങനെ ഈ വ്യൂസിന് മനസ്സിലാകും നിങ്ങൾ റിട്ടേൺ ചെയ്യേണ്ടത് ഈ പ്രൈവസി വ്യൂ തന്നെയാണെന്ന്? അതെങ്ങനെ ഈ വ്യൂ ഓട്ടോമാറ്റിക്കലി എങ്ങനെ മനസ്സിലാക്കും? സോ അതിന് ചില നെയിമിങ് കൺവെൻഷൻസ് ഉണ്ട്. അതെന്താണെന്നുള്ളത് നമ്മൾ വ്യൂസ് പഠിക്കുമ്പോൾ പറയാം. ഓക്കെ, ദിസ് ഈസ് വാട്ട് കൺട്രോളർ ആൻഡ് കൺട്രോളർ ആക്ഷൻ മെത്തേഡ്സ്. സോ ദാറ്റ്സ് ഇറ്റ്. So how to call an action method also we are learned. Okay, so that's it. ഇനി എനിക്കിപ്പം ഒരു എൻ്റേതായിട്ടുള്ള ഒരു ആക്ഷൻ മെത്തേഡ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. സോ ലെറ്റ് മീ കോപ്പി ദിസ്. ഓക്കെ, ദിസ് മച്ച് ലൈൻസ് ഓഫ് കോഡ്. സോ ഐ എം ജസ്റ്റ് copied that code. Sorry, just copied that code and I am just pasting this here. Okay, let me stop the application. Okay, let me close this. Okay, debugger closed. The application is not running now. Let me paste the code here. Okay, public string get all student. Okay, and it is going to return all student. So it is going to return a string value. So how we can do this? Any idea? ഇത് ഏത് പാത്ത് കോൾ ചെയ്താൽ എനിക്ക് ഈ ഒരു ഫംഗ്ഷൻ, ഈ ഒരു ആക്ഷൻ മെത്തേഡിനെ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ സ്ട്രിങ് യൂസ് ചെയ്യുന്നത്? ഇവിടെ IActionResult ആണല്ലോ യൂസ് ചെയ്തേക്കുന്നത്. സോ IActionResult എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റിട്ടേൺ ചെയ്യുന്നത് ഇവിടെ വ്യൂ ആണ്. സോ ഇഫ് യു ഗൈസ് വാണ്ട് ടു റിട്ടേൺ എ വ്യൂ യു ഷുഡ് യൂസ് ദിസ് IActionResult. ഓക്കെ, നിങ്ങൾ വ്യൂ ആണ് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇവിടെ IActionResult ഞാൻ കൊടുത്തേക്കുന്നത്. ഇവിടെ ഞാൻ റിട്ടേൺ ചെയ്യുന്നത് സ്ട്രിങ് വാല്യൂ ആണ്, അതുകൊണ്ടാണ് ഞാനിവിടെ പബ്ലിക് സ്ട്രിങ് യൂസ് ചെയ്യുന്നത്. എന്താണോ എൻ്റെ റിട്ടേൺ ടൈപ്പ് അതാണ് ഞാനിവിടെ കൊടുക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ എനിക്ക് എങ്ങനെ ഈ ഒരു ഗെറ്റ് ഓൾ സ്റ്റുഡൻസിനെ കോൾ ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും നിങ്ങൾക്ക്? ലെറ്റ് മീ ആഡ് എ ഡീബഗർ പോയിന്റ് ഹിയർ. സോ ഇതിൻ്റെ പാത്ത് എന്തായിരിക്കും? ഇതിൻ്റെ പാത്ത് ഒന്നുമില്ല,
പോർട്ട് നമ്പർ സ്ലാഷ് ഹോം സ്ലാഷ് ഫങ്ഷൻ നെയിം ഗെറ്റ് ഓൾ സ്റ്റുഡൻസ്. ഇതായിരിക്കും. ഓക്കെ, ലെറ്റ് മീ കമന്റ് ദിസ്. ഓക്കെ, സോ ഈ ഹോമിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം കേട്ടോ, എച്ച് ക്യാപിറ്റൽ ലെറ്റർ ജസ്റ്റ് ആഡ്. ഓക്കെ, അതങ്ങനെ വേണമെന്നില്ല, ബട്ട് യു ഷുഡ് ആഡ് ലൈക്ക് ദാറ്റ്, ഇറ്റ് ഈസ് ബെറ്റർ. സോ ലെറ്റ് മീ റൺ ദ ആപ്ലിക്കേഷൻ വൺസ് അഗൈൻ. We can call the get all students and we have to see this result in our window. Okay, in our client window ഇതാണ് ബ്രൗസറിനെയാണ് ബേസിക്കലി ക്ലയൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഇവിടുന്ന് റിക്വസ്റ്റ് അങ്ങോട്ട് കൊടുക്കാൻ പോവുക ഈ ഫംഗ്ഷനിലോട്ട്. സോ ഈ ഒരു ഫംഗ്ഷനിലോട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടുന്ന് ഒരു റിസൾട്ട് കൊടുക്കാൻ പോവാം, ഇവിടുന്ന് ഒരു ഗെറ്റ് റിക്വസ്റ്റ് അങ്ങോട്ട് കൊടുക്കാൻ പോവാം. നമ്മളെ ക്ലയൻറ്റ് നമ്മൾ ക്ലയൻറ്റ് അപ്പോൾ എന്ത് ചെയ്യാൻ പോവാം, എനിക്ക് എൻ്റെ സ്റ്റുഡൻസ് ഫംഗ്ഷനെ കോൾ ചെയ്യണം. ഇപ്പം ഞാൻ അങ്ങോട്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കാൻ പോവാം കേട്ടോ, കൊടുക്കാൻ പോവാണ് എൻ്റെ കൺട്രോളറിലോട്ട്. സോ എൻ്റെ ഫംഗ്ഷൻ്റെ പേര് ഗെറ്റ് ഓൾ, ലെറ്റ് മീ സീ ദ കറക്റ്റ് നെയിം, get all students. Let me copy. Why should I like waste my time? Okay, let me copy. Get all students. അപ്പം ഞാനിപ്പം ഒരു ഗെറ്റ് റിക്വസ്റ്റ് ആസ് എ ക്ലയൻറ്റ് ഞാനൊരു ഗെറ്റ് റിക്വസ്റ്റിൻ്റെ ബ്രൗസറിൽ നിന്ന് എൻ്റെ ആപ്ലിക്കേഷനിലോട്ട് കൊടുക്കാൻ പോകണം. ഞാൻ കൊടുത്തു ഗെറ്റ് റിക്വസ്റ്റ്, ഇറ്റ് ഈസ് ഹിറ്റഡ് ഹിയർ. സി യു ക്യാൻ സി ഇറ്റ് ഈസ് ഹിറ്റഡ് ഹിയർ. And if I continue and if I go to the browser, I can see return all student. What I am returning from here, I can see it in my client set. So my server is this only. My server comes to the my request comes to this controller, and this controller returns some value, and the client showing that value. So request coming to the controller sending back to some response, and response can seen by the client. So this is how controller action methods are working. Okay, next, nothing but model. What? So controller and action methods done. So let me mark done. Then what? Model. Okay, model. So what is model? Let me go. What is models? So models in your application is nothing but a class having data like table names. Table names means communication with the table. So what I can properly say, if your application does not have data, then there is no need for a model. But if your application has data, then you need a model. Okay, so in ASP.NET Core MVC application, a model is a class with the .cs extension which defines properties and behaviors of data entities in your application. So if your application having data and the data and the entities you want to connect with your database, and you want to do some kind of CRUD operations, if you want to do some kind of any data driven operations, you have to use this model class, and you have to declare your model entities, and you have to connect it within the database. Then only you can interact with the database using entity framework core. So this is why I am using model. So model എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡേറ്റാസും എൻറ്റിറ്റീസും നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റാബേസുമായിട്ട് കണക്ട് ചെയ്ത് ഓപ്പറേഷൻസ് ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ യു ഷുഡ് ഹാവ് എ മോഡൽ ക്ലാസ്. ഓക്കെ, so these are simple classes that represent the objects in your application. For example, a product model might contain properties such as ID, name, price, methods, and methods that defines operation related to the product. So that's it. If you have a product model, if you have just think, ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ്, നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ടേബിൾ ഉണ്ട്, ഡേറ്റാബേസിൽ ഒരു ടേബിൾ ഉണ്ടെങ്കിൽ ആ ടേബിളിൽ എന്ത്, ഇപ്പോൾ പ്രൊഡക്റ്റ് ടേബിൾ ഉണ്ട് നിങ്ങൾക്ക് ഡേറ്റാബേസിൽ, ആ ടേബിളിൽ എന്തൊക്കെ കാണും? ID കാണും, നെയിം കാണും, പ്രൈസ് കാണും. ഓക്കെ, പ്രൊഡക്റ്റിൻ്റെ നെയിം, പ്രൊഡക്റ്റിൻ്റെ ID, അതേ ടേബിളിൽ നിങ്ങൾക്ക് ടേബിളിൽ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാകുക, അതേ സാധനം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന
പ്രൊഡക്റ്റ് എന്ന് പറയുന്ന മോഡൽ ഉണ്ടാക്കി ആ മോഡലിൽ ക്രിയേറ്റ് ചെയ്ത് ആ മോഡൽ ഡിക്ലെയർ ചെയ്യുക. ആൻഡ് വി ക്യാൻ ഡയറക്റ്റ്ലി മൈഗ്രേറ്റ് ആൻഡ് നമ്മൾ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണോ ഇവിടെ എഴുതിയിട്ടുള്ളത് ആ പ്രോപ്പർട്ടിയുടെ അതേ നെയിമിൽ തന്നെ നമുക്ക് ഡാറ്റാബേസിൽ ടേബിൾ ക്രിയേറ്റ് ആയി ആ ടേബിൾസിൽ റോസിൽ നമുക്ക് ഐ ഡി നെയിം പ്രൈസ് എല്ലാം കാണാൻ പറ്റും. സോ ഈ പേരിൽ നമുക്ക് അവിടെ ഓരോരോ ടേബിൾസ് ക്രിയേറ്റ് ആവും. സോ ഒരു പ്രൊഡക്റ്റ് ടേബിൾ ക്രിയേറ്റ് ആവും. ആ പ്രൊഡക്റ്റ് ടേബിളിൽ ഇത്രയും പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. മനസ്സിലായിട്ടില്ലെങ്കിൽ കൂടുതൽ തിങ്ക് ചെയ്യേണ്ട. ഇപ്പോൾ ഇത്ര മനസ്സിലാക്കാൻ നിങ്ങളുടെ ഡേറ്റാസിനെയും എൻറ്റിറ്റീസിനെയും ഡേറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യാനും ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മോഡൽ ക്ലാസ് യൂസ് ചെയ്യുന്നത്. സിമ്പിളി പറഞ്ഞാൽ നിങ്ങൾക്ക് ഡേറ്റാബേസിൽ ഒരു പ്രൊഡക്റ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് എന്നുള്ള പേരിൽ നിങ്ങൾ മോഡൽസിനുള്ളിൽ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് നിങ്ങൾക്ക് വേണ്ട പ്രോപ്പർട്ടി ആ ടേബിളിനുള്ളിൽ നിങ്ങൾക്ക് വേണ്ട പ്രോപ്പർട്ടി എന്തൊക്കെയാണ്? ഐ ഡി വേണം, പ്രൊഡക്റ്റിൻ്റെ നെയിം വേണം, ടേബിള് ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വേണം, തുടങ്ങിയ കാര്യങ്ങൾ വേണമല്ലോ പ്രോപ്പർട്ടീസ്. സോ ആ പ്രോപ്പർട്ടീസ് നിങ്ങൾ എഴുതുക. സോ നിങ്ങൾക്ക് ഇത്രയും ആ ടേബിൾ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പം ഇത്രയും കോളംസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ദീസ് ആർ നത്തിങ് ബട്ട് കോളംസ്, ഐ ഡി, നെയിം, പ്രൈസ് ആൻഡ് ദിസ് ഈസ് ദ table name. So product is the table name and ID, name, price are the columns. So columns means in models these are the properties. So that means model in ASP.NET or MVC application contain a set of classes representing a domain data. So and logic like validation logics നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റും മോഡൽസിൽ ഡയറക്റ്റ് ആയിട്ട്. അതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡേറ്റാസ് and you can do some logics there for validating the data and that is to manage the business and the business data. So business datasനെ നിങ്ങൾ പ്രോപ്പർലി മാനേജ് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും, ഈ പറയുന്ന മോഡൽ ക്ലാസ്സിനകത്തായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, സോ ഹൗ യു ഗൈസ് ക്യാൻ ആഡ് എ മോഡൽ ഇൻ യുവർ ആപ്ലിക്കേഷൻ. നമുക്ക് നോക്കിയാൽ എങ്ങനെ നമുക്കൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇപ്പം തന്നെ ക്രിയേറ്റ് ചെയ്യാമല്ലോ ഒരു മോഡൽ. സോ ഓൾറെഡി നമുക്കൊരു മോഡൽ ഫോൾഡർ ഉണ്ട്. ആ മോഡൽ ഫോൾഡറിനകത്ത് നമുക്ക് ഓൾറെഡി ഒരു മോഡൽ കിടപ്പുണ്ട്. ഇത് ഇൻബിൽട്ട് മോഡലാണ്. ഇത് കൂടാതെ നമുക്കൊരു പുതിയ മോഡൽ ക്രിയേറ്റ് ചെയ്യാം. സോ റൈറ്റ് ക്ലിക്ക്, ആഡ് ന്യൂ ഐറ്റം, ആൻഡ് എന്തെങ്കിലും ഒരു പേര്, ക്ലാസ് തന്നെയാണ്, ലൈക്ക് ക്ലാസ് ആണ്. അപ്പം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ജസ്റ്റ് ഒരു ഈസി മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. എൻ്റെ മോഡലിൻ്റെ പേര് സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഈസി മോഡൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ലെറ്റ് മീ ആഡ് എ മോഡൽ നെയിം കോൾഡ് സ്റ്റുഡൻറ്റ്. സോ ഐ ക്യാൻ കമ്മിങ് ജസ്റ്റ് ഹിയർ, ഞാനിവിടെ ജസ്റ്റ് ആടുന്നു Ctrl+V സ്റ്റുഡൻറ്റ് ആൻഡ് ഐ എം ജസ്റ്റ് സേവിങ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ ഇറ്റ്സ് ക്രിയേറ്റഡ് വൺ ക്ലാസ് ഹിയർ. സോ ഇവിടെ ഒരു ക്ലാസ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് എനിക്കിതിൽ എൻ്റെ ഇപ്പോൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് ഇതാണ് എൻ്റെ ടേബിൾ നെയിം സ്റ്റുഡൻറ്റ്. ഓക്കെ, ഇനി എനിക്ക് അതിൽ എന്തൊക്കെ കോളംസ് വേണം? പബ്ലിക് സ്ട്രിങ് ഐ ഡി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. പബ്ലിക് സ്ട്രിങ് നെയിം, സ്റ്റുഡൻറ്റ് നെയിം ആൻഡ് പബ്ലിക് സ്ട്രിങ് അഡ്രസ്. സോ ഇങ്ങനെ എനിക്ക് എന്തൊക്കെയാണോ ആ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന എൻറ്റിറ്റിക്ക് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടോ അതെല്ലാം ഇവിടെ വരിക. സോ ഈ ഒരു എൻറ്റിറ്റി നെയിം എന്തായിട്ട് മാറും? എൻ്റെ ടേബിൾ നെയിമായിട്ട് മാറും. ഇതെല്ലാം എന്തായിട്ട് മാറും? എൻ്റെ കോളംസ് ആയിട്ട് മാറും. സോ ദിസ് ഈസ് ഹൗ. ആൻഡ് ഇതെങ്ങനെ ഡേറ്റാബേസിലോട്ട് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യും? എങ്ങനെയാണ് ഡേറ്റാബേസിൽ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നത്? ഇതിലെങ്ങനെ? അപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇങ്ങനെ ഡേറ്റാബേസിലുള്ള ടേബിൾസും കോളംസും ആണ് ഇതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സാറേ നമുക്കിത് ഡേറ്റാബേസിൽ കണക്ട് ചെയ്തിട്ട് ഡേറ്റാബേസിൽ എങ്ങനെ ഈ സാധനം ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്? എങ്കിലല്ലേ ടേബിൾസ് ക്രിയേറ്റ് ആവുള്ളൂ. സോ നിങ്ങൾ പറയുന്നത് ഇവിടെ ഡിക്ലെയർ ചെയ്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ ക്രിയേറ്റ് ചെയ്യാം കോഡ് ഫസ്റ്റ് അപ്രോച്ച് വഴി. സോ അതെങ്ങനെ ചെയ്യും നമ്മൾ? സോ അത് നമ്മൾ ഫ്യൂച്ചറിലുള്ള വീഡിയോയിൽ പഠിക്കാം. സോ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഡേറ്റാസും എൻറ്റിറ്റീസും ആണ് നിങ്ങൾ ഈ ഒരു മോഡൽ ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് വാലിഡേഷൻസും ബിസിനസ് ഡേറ്റ ഓപ്പറേഷൻസും ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മോഡൽ ക്ലാസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് വേണ്ട ടേബിളിൻ്റെ നെയിം ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് യു ഹാവ് വാട്ട് എവർ ദ കോളംസ് നെയിംസ് ഓർ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ബിലോങ്സ് ടു ദ ടേബിൾ പ്രോപ്പർട്ടി നമുക്കത് ഡിക്ലെയർ ചെയ്യാനും പറ്റും. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക, അതാണ് മോഡൽ. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് നത്തിങ് ബട്ട് വ്യൂസ്. വ്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈസിലി പറഞ്ഞാൽ വ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ക്ലയൻറ്റ് കാണുന്നത്, ക്ലയൻറ്റ് എന്താണോ കാണുന്നത് ബ്രൗസറിൽ, അതാണ് നമ്മുടെ വ്യൂ. മീൻസ് നമ്മുടെ ഫ്രണ്ട് എൻഡ് UI, യൂസർ ഇൻ്റർഫേസ്. ഓക്കെ, അതിനെയാണ് വ്യൂ എന്ന് പറയുന്നത്. സോ വ്യൂസ് പലതരത്തിലുണ്ട്. പാർഷ്യൽ വ്യൂസ്, റേസർ വ്യൂസ്, വ്യൂ കമ്പോണൻസ്, ലേഔട്ട് വ്യൂസ്, അങ്ങനെ പല ടൈപ്പ് വ്യൂസ് ഉണ്ട്. ഓക്കെ, യു ക്യാൻ സീ ഹിയർ. സോ ഇതാണ് പല ടൈപ്പ് ഓഫ് വ്യൂസ്. ഇതിൽ തൽക്കാലം നമ്മൾ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നോർമലായിട്ടുള്ള ബൈ ഡിഫോൾട്ടായിട്ടുള്ള വ്യൂസിനെ പറ്റിയാണ് പറയുന്നത്. സോ ബൈ ഡിഫോൾട്ട് വ്യൂസ്, that is dot what is the extension, let me see what is the extension, .cshtml. ഇതാണ് നമ്മുടെ എക്സ്റ്റൻഷൻ. സോ ഈ ഒരു വ്യൂ ആണ്, ഇതാണ് നമ്മുടെ വ്യൂ. ഇതെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ യൂസർ ഇൻ്റർഫേസ് വിച്ച് ഈസ് ഗോയിങ് ടു റിട്ടേൺ ബൈ ദ പ്രോപ്പർ ആക്ഷൻ മെത്തേഡ്. സോ നമ്മൾ ലാസ്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത്, സാറേ എനിക്കൊരു ഡൗട്ടുണ്ട്, ഇപ്പം നമ്മൾ മുമ്പേ പ്രൈവസി ആക്ഷൻ മെത്തേഡ് കോൾ ചെയ്തപ്പം ഈ ആക്ഷൻ മെത്തേഡ് ഈ വ്യൂ റിട്ടേൺ ചെയ്തല്ലോ, അതെങ്ങനെയാണ് ആക്ഷൻ മെത്തേഡിന് അറിയാവുന്ന ആ വ്യൂ തന്നെ റിട്ടേൺ ചെയ്യണമെന്നുള്ളത്? അങ്ങനെ ഡൗട്ട് തോന്നിയില്ല. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മാപ്പിംഗ് വരുന്നുണ്ട്. അതെങ്ങനെയാണ് മാപ്പിംഗ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യൂസ് ഫോൾഡറിനകത്ത് .NET എന്തോ ചെയ്യും, ഇത് ഏത് കൺട്രോളറിൽ നിന്നാണ് ഈ ഒരു വ്യൂ റിട്ടേൺ ചെയ്ത് നോക്കും. അപ്പം .NET എന്തോ ചെയ്യും, വ്യൂസ് മെത്തേഡിനകത്തോട്ട് പോകും. വ്യൂസ് മെത്തേഡിനകത്തോട്ട് പോയിട്ട് ഇത് ഏത് കൺട്രോളറാണെന്ന് .NET അറിയാം. അപ്പോൾ .NET എന്ത് ചെയ്യും, ഹോം കൺട്രോളറാണ് ഇപ്പോൾ ഒരു വ്യൂവിനെ റിട്ടേൺ ചെയ്യും. അപ്പം .NET എന്ത് ചെയ്യും, നേരെ പോയിട്ട് വ്യൂസിനകത്ത് പോകും. വ്യൂസിനകത്ത് പോയിട്ട് നേരെ ഹോം എന്ന് പറയുന്നതിനകത്തൊരു ഫോൾഡർ ഉണ്ടെന്ന് നോക്കും. അപ്പോൾ വ്യൂസിനകത്ത് പോയി ഹോം എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ട്. അപ്പോൾ .NET എന്ത് ചെയ്യും, ഹോം എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് കയറും. ഹോം എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് കയറിയിട്ട് ഈ പറയുന്ന പ്രൈവസി എന്ന് പറയുന്ന ആക്ഷൻ മെത്തേഡിൻ്റെ അതേ പേരിൽ ഏതെങ്കിലും ഒരു വ്യൂ ഉണ്ടെന്ന് നോക്കും. ഓക്കെ, privacy.cshtml എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും, .NET എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് ഈ വ്യൂ അങ്ങ് റിട്ടേൺ ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. മനസ്സിലായോ എങ്ങനെ മാപ്പിംഗ് വരുന്നതെന്ന്? അതായത് യൂസർ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ പ്രൈവസിയിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നു, പ്രൈവസി മെത്തേഡ് പറയുന്നു ഈ വ്യൂ റിട്ടേൺ .NET പറയുന്നു യു ഷുഡ് റിട്ടേൺ ദിസ് വ്യൂ. അപ്പോൾ .NET എന്ത് ചെയ്യും, .NET വിൽ ചെക്ക് ഫസ്റ്റ് ഏത് കൺട്രോളറാണ് ഈ വ്യൂ റിട്ടേൺ ചെയ്യുന്നത്. സോ ഹോം കൺട്രോളർ. അപ്പോൾ .NET എന്ത് ചെയ്യുന്നു, നേരെ വ്യൂസിൽ പോയിട്ട് ഹോം കൺട്രോളർ എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടോ നോക്കും. ഓക്കെ, അവിടെ ഒരു ഫോൾഡർ ഉണ്ട്, ആ ഫോൾഡറിനകത്ത് കയറും. എന്നിട്ട് പ്രൈവസി എന്ന് പറയുന്ന മെത്തേഡ് ഡിക്ലെയർ ചെയ്യും. നിങ്ങൾ ജസ്റ്റ് ഈ ഫോൾഡറിൻ്റെ പേരൊന്ന് മാറ്റിയെന്ന് വെച്ചോ. ലെറ്റ് മീ ക്ലോസ് ദിസ് ആപ്ലിക്കേഷൻ ഫസ്റ്റ്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഈ ഫോൾഡറിൻ്റെ പേരൊന്ന് മാറ്റിയെന്ന് വിചാരിച്ചോ. ഓക്കെ, ലെറ്റ് മീ റീനെയിം ദിസ് ഫോൾഡർ നെയിം ടു സംതിങ് ലൈക്ക് ഹോംസ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്തിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് പ്രൈവസി എന്ന് പറയുന്ന വ്യൂവേ കിട്ടത്തില്ല. മേ ബി ഇൻഡെക്സ് വ്യൂവും കിട്ടത്തില്ല, ബിക്കോസ് ഇൻഡെക്സ് വ്യൂ ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുള്ളത്. Let me try. See, you are getting the unhandled extension. ബിക്കോസ് എന്താ, ഇൻഡെക്സ് വ്യൂ പോലും കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ആസ് എ .NET ഫ്രെയിംവർക്ക് ഞാൻ പോയി തപ്പി, ഞാൻ എവിടെ സെർച്ച് ചെയ്തു, ഞാൻ ഈ പറയുന്ന ഫോളോയിങ് ലൊക്കേഷൻ സെർച്ച് ചെയ്തു, വ്യൂസ് homes/index.html. ഓക്കെ, പക്ഷേ എനിക്ക് ഇങ്ങനൊരു ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെന്ന്. സോ എങ്ങനെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നത്, നമ്മൾ ആ ഒരു ഫോൾഡറിൻ്റെ പേരങ്ങ് മാറ്റിയില്ലേ, ഹോംസ് എന്നാക്കി. സോ വ്യൂസ് ഹോംസ് എന്നാക്കി. സോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, .NET എന്താ പറയുന്നത്, എനിക്ക് ഇങ്ങനെ ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് ആ ഒരു വ്യൂ നിങ്ങൾക്ക് മാപ്പ് ചെയ്ത് തരാൻ പറ്റുന്നില്ല. സോ ദിസ് ഈസ് ഹൗ .NET ഈസ് മാപ്പിംഗ് ദ വ്യൂ. ഓക്കെ, അണ്ടർസ്റ്റുഡ്. ഓക്കെ, സോ വ്യൂസ് എന്ന് വെച്ചാൽ നത്തിങ് ബട്ട് ദ ക്ലയൻറ്റ് സൈഡ് UI ദാറ്റ് വി ആർ ഷോയിങ്, അതിനെയാണ് വ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാകും. സോ ഈ വ്യൂസിൽ നമ്മൾ മോഡൽ എങ്ങനെ കണക്ട് ചെയ്യുന്നു, വ്യൂസിൽ നമ്മൾ എങ്ങനെ വ്യൂ മോഡലുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു, കൺട്രോൾ മോഡലുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു, മോഡൽ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഡാറ്റാബേസിൽ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാം, തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇനിയും പഠിക്കാൻ കിടപ്പുണ്ട്. അതെല്ലാം നമ്മൾ അടുത്തൊരു വീഡിയോയിൽ, നമ്മുടെ പാർട്ട് 5 നമ്മൾ പറയുന്നതാണ്. ഇതാണ് നമ്മുടെ പാർട്ട് 4. സോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇത്തവണ എക്സ്പ്ലെയിൻ ചെയ്തു. സോ ബാക്കി പെൻഡിങ് തിങ്സ് നമ്മൾ അടുത്ത ഒരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ പ്ലീസ് ലൈക്ക് ദ വീഡിയോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്തിട്ട് തന്നെ നമ്പർ വാങ്ങാം. ഞാൻ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാവുന്നതാണ്. നോ പ്രോബ്ലം. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോഴേ എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്ത് എനിക്ക് ആ ഒരു ഫുൾ സ്റ്റാക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ പ്ലീസ് ഡു സപ്പോർട്ട് ഗൈസ്. ദാറ്റ്സ് ഇറ്റ്. ബൈ.